ഇന്ന് ഹൃദയം മാറ്റിവെക്കുന്നതായ ശസ്ത്രക്രിയ വളരെ പ്രചാരത്തിലുണ്ടല്ലോ. ഓർക്കണം, ദൈവത്തിന് മാത്രമേ ഹൃദയം മാറ്റിവെക്കുവാൻ കഴിയുള്ളൂ. ശാരീരികമായ രീതിയിൽ മനുഷ്യൻ ശസ്ത്രക്രിയ വഴി ഹൃദയം മാറ്റിവെക്കുന്നുണ്ട്. എന്നാൽ ആത്മീയമായ രീതിയിൽ വളരെ പണ്ടുമുതൽക്കേ ദൈവം അത് ചെയ്തുകൊണ്ടാണിരിക്കുന്നത്. ജീവസന്ദേശത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തങ്ങൾ അറിയിച്ച ദൂത് നിമിത്തം തങ്ങളുടെ ജീവിതകാലത്ത് പീഡിപ്പിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ പ്രവാചകന്മാരിൽ അധികവും. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ എന്ന ക്രിസ്തു വചനങ്ങൾ എക്കാലത്തെയും ദൈവ മനുഷ്യർക്ക് ശക്തി പകരുന്നവയാണ്. യിരെമ്യാ പ്രവചനം 15 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളുടെ പഠനത്തിനായി നമുക്ക് ശ്രദ്ധിക്കാം. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ജനത്തിനു വേണ്ടി ഹൃദയഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന യിരെമ്യാവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് നല്ലതും ശരിയായുമുള്ള കാര്യമായിരുന്നെങ്കിലും ദൈവത്തിന് അവനോട് പറയുവാനുള്ള കാര്യം ശ്രദ്ധേയമത്രേ. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവം അവനോട് പറയുന്നത് ഇപ്രകാരമാണ്: യഹോവ എന്നോട് അരുളി ചെയ്തത്, മോശയും ശമൂവേലും എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിങ്കലേക്ക് ചായുകയില്ല. ഇവരെ എൻ്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളക, അവർ പൊയ്ക്കൊള്ളട്ടെ. ജനം ദൈവത്തിൽ നിന്ന് വളരെയധികം അകന്നു പോയിരുന്നു. അതുകൊണ്ട് അവരുടെ മേൽ ശിക്ഷാവിധി വരേണ്ടിയിരിക്കുന്നു. അവർ അതിര് കടന്ന് അതിക്രമം പ്രവർത്തിച്ചത് കൊണ്ട് ഇപ്പോൾ ശിക്ഷാവിധി അല്ലാതെ അവർക്ക് മറ്റ് പോംവഴി ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവർ പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിയുകയില്ല. ദൈവം തൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല എന്ന് യിരെമ്യാവ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. യിരെമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. മോശ തൻ്റെ മുൻപാകെ നിന്നാലും താൻ ശ്രദ്ധിക്കയില്ല എന്ന് ദൈവം ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. ഓർക്കണം, മോശ ജനത്തിനു വേണ്ടി അധികം മധ്യസ്ഥത വഹിച്ച ഒരു വ്യക്തിയായിരുന്നു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. ജനത്തെ നശിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ മോശ അവരുടെ മധ്യസ്ഥനായി നിന്ന് അവർക്ക് വേണ്ടി ദൈവത്തോട് യാചിച്ചു. ദൈവം മോശയുടെ അപേക്ഷ അന്ന് കൈക്കൊള്ളുകയും ജനത്തെ വിടുവിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ മോശ ജനത്തിന് വേണ്ടി മധ്യസ്ഥത വഹിച്ചാലും യാതൊരു പ്രയോജനവും ഉണ്ടാകുവാൻ പോകുന്നില്ല എന്ന് ദൈവം യിരെമ്യാവിനോട് പറയുന്നു. ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു ശമൂവേൽ. ശമൂവേൽ കാരണം ജനത്തിന് വരുവാനിരുന്ന ശിക്ഷാവിധി പല പ്രാവശ്യം നീങ്ങിപ്പോകുവാൻ ഇടയായി എന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ ദൈവം പറയുന്നത്, ശമൂവേൽ പ്രാർത്ഥിച്ചാൽ പോലും ശിക്ഷാവിധിയിൽ നിന്നും ജനത്തിന് തെറ്റിയൊഴിയുവാൻ കഴിയുകയില്ല എന്നാണ്. ജനത്തിൻ്റെ അതിക്രമങ്ങൾ അതിര് കടന്നിരിക്കുന്നു. അതിനാൽ ശിക്ഷാവിധി അനിവാര്യമായിരിക്കുന്നു എന്ന് ദൈവം യിരെമ്യാവിനോട് പറയുന്നു. ന്യായവിധിയുടെ ദൂത് എന്തുകൊണ്ടാണ് യിരെമ്യാവ് നൽകുന്നതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ജനം ദൈവത്തിൽ നിന്നും തെറ്റിപ്പോയിരിക്കുന്നു. പല പ്രാവശ്യം അവരെ ഓർമ്മിപ്പിച്ചിട്ടും ഇപ്പോഴും അവർ മറുതലിക്കുന്നതായിട്ടുള്ള പ്രവണതയാണ്. അതുകൊണ്ട് ദൈവം പറയുന്നത്, ഇവരെ ശിക്ഷിക്കാതെ വേറെ മാർഗമൊന്നുമില്ല എന്നത്രേ. ദൈവം ആരെയും ഒരു പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോൾ അങ്ങ് ശിക്ഷിക്കുന്നില്ല. അനേകം പ്രാവശ്യം ദൈവം തിരിഞ്ഞു വരുവാനുള്ള അവസരം നൽകിയിട്ട് അനേകം പ്രാവശ്യം അവർക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനും ശരിയായ വഴികളിലാകുവാനുമുള്ള അവസരം നൽകിയിട്ടേ ദൈവം ആരെയെങ്കിലും ന്യായം വിധിക്കൂ. ഇത് ദൈവത്തിൻ്റെ ആ മഹാകരുണയാണ്. 15-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യെരൂശലേമേ, ആർക്ക് നിന്നോട് കനിവ് തോന്നുന്നു? ആർ നിന്നോട് സഹതാപം കാണിക്കും? നിന്റെ ക്ഷേമം ചോദിപ്പാൻ ആർ കയറി വരും?
നീ എന്നെ ഉപേക്ഷിച്ചു പിൻവാങ്ങിയിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ നശിപ്പിക്കും. ഞാൻ കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു. ഓ, എത്ര ഭയങ്കരമല്ലേ! ദൈവം പറയാണ്, നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു. അത് പിന്മാറ്റമാണ്. ഞാൻ കരുണ കാണിച്ച് ക്ഷീണിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. പല പ്രാവശ്യം അവർ വിലപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് തങ്ങൾ കൂടുതൽ നല്ലവരായി ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തത് നാം ഓർക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും അവർ പഴയതുപോലെ പാപത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തിരുന്നത്. ഇതിലെല്ലാം ദൈവം മടുത്തിരുന്നു. ഈ പദപ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്, അല്ലാതെ ദൈവം മടുത്തു എന്ന അർത്ഥത്തിലല്ല. അവർക്ക് ശിക്ഷാവിധി വന്നെത്തിയിരിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. യിരെമ്യാവിൻ്റെ വ്യക്തിപരമായ പ്രയാസമാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ദൂത് യിരെമ്യാവിൻ്റെ കീർത്തി ഒരു വിധത്തിലും വർദ്ധിപ്പിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യോശിയാവ് യിരെമ്യാവിൻ്റെ സ്നേഹിതനായിരുന്നു. എന്നാൽ ഇപ്പോൾ യെഹോയാക്കീമിൻ്റെ അവസ്ഥ അതല്ല. യെഹോയാക്കീം ഒരു ദുഷ്ടരാജാവായിരുന്നു. യെഹോയാക്കീമിൻ്റെ എണ്ണയിലെ ചത്ത ഈച്ചയായിരുന്നു യിരെമ്യാവ്. യിരെമ്യാവിനെ ഒരു കുഴപ്പക്കാരനായിട്ടാണ് യെഹോയാക്കീം കണ്ടിരുന്നത്. യിരെമ്യാവ് വിലപിക്കുന്ന ലോലഹൃദയനായിരുന്ന വ്യക്തിയായിരുന്നെങ്കിലും ഈ കഠിനമായ ദൂത് അറിയിക്കേണ്ടിയിരുന്നത് അവനായിരുന്നു. യിരെമ്യാവ് ദൈവസന്നിധിയിൽ പോയി ഇപ്രകാരം നിലവിളിച്ചു പറഞ്ഞു. 10-ാം വാക്യം, എൻ്റെ അമ്മേ, സർവ്വദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനുമായിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ. അയ്യോ കഷ്ടം! ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, എനിക്കാരും പലിശ തന്നിട്ടുമില്ല. എന്നിട്ടും അവരെല്ലാവരും എന്നെ ശപിക്കുന്നു. യിരെമ്യാവ് പറയുന്നു, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല ദൈവമേ. ഞാൻ ആർക്കും പലിശയ്ക്ക് പണം കൊടുക്കുന്നില്ല, അതുപോലെ ഞാൻ ആരോടും പലിശയ്ക്ക് പണം വാങ്ങുന്നുമില്ല. എന്നിട്ടും എല്ലാവരും എന്നെ ശപിക്കുന്നു. സ്നേഹിതരെ നഷ്ടപ്പെടുത്തണമെങ്കിൽ അവർക്ക് പണം കടം കൊടുത്താൽ മതിയാകുമെന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട്, അല്ലേ? യിരെമ്യാവ് പറയുന്നത്, ഞാൻ പണം കടം കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് ദൈവമേ നീ കരുതുന്നുണ്ടായിരിക്കാം. എന്നോട് യാതൊരുത്തരും യാതൊരു ഇടപാടിനും തയ്യാറല്ല എന്നത്രേ അവൻ പറയുന്നത്. ഈ പ്രയാസം നിറഞ്ഞ സമയത്ത് യിരെമ്യാവ് ദൈവവചനത്തിങ്കലേക്ക് തിരിയുന്നത് നാം കാണുന്നു. ന്യായപ്രമാണ പുസ്തകം ദൈവാലയത്തിൽ കണ്ടെത്തുകയും അത് യിരെമ്യാവിന് പ്രാപ്തമാകുകയും ചെയ്തു എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതത്രേ. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ദൈവവചനത്തിൽ യിരെമ്യാവ് ആശ്വാസം കണ്ടെത്തി. അവനത് ഭക്ഷിച്ചു. അത് ദഹിച്ച് അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നു. ഇന്ന് നാം ദൈവവചനത്തിൽ എത്രമാത്രം വ്യാപൃതരായിരിക്കേണ്ടത് ആവശ്യമാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരത്തക്ക വിധം നാം ദൈവവചനം ഭക്ഷിച്ച് ധ്യാനിക്കേണ്ടത് ആവശ്യമാകും. യിരെമ്യാവിന് ഒരു സന്തോഷവും ഹൃദയത്തിന് ആനന്ദവുമായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവവചനത്തെ യഥാർത്ഥമായി നാം ധ്യാനിക്കുമ്പോൾ യിരെമ്യാവിനെ പോലെ അത് നമ്മുടെയും സന്തോഷവും ആനന്ദവുമായി മാറും. ദൈവവചനത്തിന് മാത്രമേ നമ്മിൽ ഇത്രമാത്രം സന്തോഷവും ആനന്ദവും ഉളവാക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്നും ഈ ദൈവവചനം അനേകരുടെ ജീവിതങ്ങളിൽ സന്തോഷവും ആനന്ദവും പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ കൂടി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യിരെമ്യാവ് യഥാർത്ഥ പ്രശ്നത്തിലാണ് ആയിരിക്കുന്നത്. അവൻ്റെ സ്വന്തം സ്ഥലത്തു നിന്ന് അവൻ ത്യജിക്കപ്പെട്ടു എന്ന കാര്യം ഓർക്കുക. അവൻ്റെ കുടുംബക്കാർ പോലും അവനെ തള്ളിക്കളഞ്ഞു. അവൻ്റെ ജീവൻ വാസ്തവത്തിൽ അപകടത്തിലായിരുന്നു. എന്നാൽ അവൻ ദൈവവചനത്തിൽ ആശ്വാസം കണ്ടെത്തി. നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കണം. ഒരുപക്ഷെ നാം പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ അവിടെയും ഇവിടെയും പോയി മനുഷ്യരോടൊക്കെ ഓരോ അഭിപ്രായം ചോദിച്ചു എന്ന് വന്നേക്കാം. സാരമില്ല, ചോദിച്ചു കൊള്ളുക. എന്നാൽ പ്രഥമമായും നാം ദൈവവചനത്തിലേക്കാണ് ചെല്ലേണ്ടത്. അവിടെ നമുക്ക് ആശ്വാസം ലഭിക്കും. അവിടെ നമുക്ക് ആലോചന ലഭിക്കും, ശരിയായ ആലോചന. അതാണ് നമ്മുടെ ഏറ്റവും നല്ല ആലോചനക്കാരൻ. പലരും ഈ വലിയ സാധ്യത തള്ളിക്കളഞ്ഞിട്ട് മുടന്തൻ അഭിപ്രായങ്ങൾ മാത്രം പറയുന്നതായ ശരിയായ ആലോചന പറഞ്ഞു തരുവാൻ കഴിവില്ലാത്ത മനുഷ്യരെ ആശ്രയിക്കുന്നത് കാണാറുണ്ട്. അത് ദുഃഖകരമാണ്.
ഇനിയും 20ഉം 21ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വയ്ക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ടകന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും. നീ മുൻനിരയിൽ തന്നെ നിന്നുകൊള്ളുക യിരെമ്യാവേ, ഞാൻ നിന്റെ കാര്യം ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാമെന്ന് ദൈവം പറയുന്നു. ഇനി 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദജനത്തിൻ്റെ അവസ്ഥ കൂടുതൽ വിഷമമുള്ളതായി തീർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. യഹൂദ ദേശം അതിൻ്റെ അന്ത്യനാളുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഈ 16-ാം അധ്യായത്തിലെ സമയത്തിന് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം യെരുശലേം നശിപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും കാണുവാൻ കഴിയുന്നതാണ്. യിരെമ്യാ പ്രവചനം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഈ സ്ഥലത്ത് നീ ഭാര്യയെ പരിഗ്രഹിക്കരുത്, നിനക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകുകയും അരുത്. ഈ സ്ഥലത്ത് ജനിക്കുന്ന പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച്, ഈ ദേശത്ത് അവരെ പ്രസവിക്കുന്ന അമ്മമാരെക്കുറിച്ചും അവരെ ജനിപ്പിക്കുന്ന അപ്പന്മാരെക്കുറിച്ചും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവർ കൊടിയ വ്യാധികളാൽ മരിക്കും. ആരും അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ അവർ നിലത്തിനു വളമായി കിടക്കും. വാളാലും ക്ഷാമത്താലും അവർ മുടിഞ്ഞുപോകും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും. വരുവാനിരിക്കുന്ന ന്യായവിധിയുടെ ഭീകരത ദൈവം യിരെമ്യാവിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇത് വായിച്ച് കേൾക്കുമ്പോൾ അതിൻ്റെ ഭീകരത നമുക്ക് അല്പം മനസ്സിലാകും. ഇവിടെ ദൈവം പറയുന്നു യിരെമ്യാവ് വിവാഹം കഴിക്കരുതെന്ന്. അതിൽ നിന്നും ദൈവം അവനെ വിലക്കുന്നതായി കാണും. കാരണം വ്യക്തമാണ്. ബാബേൽ പ്രവാസത്തിന് ശേഷം എഴുതപ്പെട്ടതായ 137-ാം സങ്കീർത്തനത്തിൽ നാം അതിൻ്റെ കാരണം കാണുന്നുണ്ട്. പലരും ചിന്തിക്കും ദൈവം എന്തിനാണ് യിരെമ്യാവിനോട് ഇങ്ങനെ ചെയ്തതെന്ന്. എന്നാൽ അതിന് കാരണമുണ്ട്. 137-ാം സങ്കീർത്തനത്തിൽ കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ആ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങളിൽ ബാബേൽ നശിപ്പിക്കപ്പെടും എന്നും അവർ യഹൂദയോട് ചെയ്തതുപോലെ അവളോടും ചെയ്യുമെന്നും നാം വായിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട് 137-ാം സങ്കീർത്തനത്തിൽ. അതിൻ്റെ 8-ാം വാക്യം ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ചാട്ടെ. നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ഭയങ്കരമല്ലേ? അവർ കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്ത് അവരുടെ തല പാറമേൽ അടിച്ച് അവരെ കൊന്നുകളയുകയുണ്ടായി. ചരിത്രമാണ്. ദൈവം യിരെമ്യാവിനോട് വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം അതായിരിക്കും. ഈ ദുഃഖാവസ്ഥയിൽ നിന്നും യിരെമ്യാവിനെ വിടുവിക്കുവാനാണ് ദൈവം അവനെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും വിലക്കിയത്. അതിനുവേണ്ടി ദൈവം മുൻകരുതിയതാകുന്നു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. 14ഉം 15ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 16-ാം അധ്യായത്തിൻ്റെ 14ഉം 15ഉം. ആകയാൽ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ, ഇസ്രായേൽ മക്കളെ വടക്ക് ദേശത്ത് നിന്നും താൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. യഹൂദയുടെ ചരിത്രത്തിലെ ഈ ഇരുണ്ട അവസരത്തിൽ ഭാവി പ്രത്യാശയുടെ കിരണങ്ങൾ കാണുവാൻ ദൈവം യിരെമ്യാവിനെ അനുവദിക്കുന്നു. അതെ, ഭാവിയാകുന്ന തുരങ്കത്തിൽ കൂടി നോക്കി മറുവശത്തെ പ്രകാശം അല്പം കാണുന്നത് പോലെയാണിത്. പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലെല്ലാം ഈ കാര്യം ആവർത്തിച്ച് നമുക്ക് കാണുവാൻ കഴിയും. പ്രവാസത്തിൽ നിന്ന് അവരെ തങ്ങളുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ദിവസം വരാൻ പോകുന്നു എന്ന് ദൈവം പറയുന്നു. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരുമെന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് 17-ാം അധ്യായത്തിലേക്ക് വന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. 17-ാം അധ്യായം. യഹൂദജനം ചെയ്ത എല്ലാ കാര്യങ്ങളും ദുഷ്ടത നിറഞ്ഞതായിരുന്നു. അവരുടെ മതഭക്തി പോലും
ദുഷിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് സ്വന്തം ദേശം വിട്ട് പ്രവാസികളായി, അടിമകളായി പോകേണ്ടി വരുമെന്നാണ് ആദ്യത്തെ 4 വാക്യങ്ങളിൽ, 17-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ നാം കാണുന്നത്. ആ ഭാഗം തന്നെ ഞാനൊന്ന് വായിക്കാം. യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. അത് അവരുടെ ഹൃദയത്തിൻ്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. ഉയർന്ന കുന്നുകളിൽ പച്ചമരങ്ങൾക്കരികെയുള്ള അവരുടെ ബലിപീഠങ്ങളെയും അശേരാ പ്രതിഷ്ഠകളെയും അവരുടെ മക്കൾ ഓർക്കുന്നുവല്ലോ. വയൽ പ്രദേശത്തിലെ എൻ്റെ പർവ്വതമേ, നിൻ്റെ അതിർക്കകത്തൊക്കെയും ചെയ്ത പാപം നിമിത്തം ഞാൻ നിൻ്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും പൂജാഗിരികളും കവർച്ചയ്ക്കേൽപ്പിക്കും. ഞാൻ നിനക്ക് തന്ന അവകാശം നീ ഒഴിഞ്ഞു പോകേണ്ടി വരും. നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ നിൻ്റെ ശത്രുക്കളെ സേവിക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ കോപത്തിൽ തീ കത്തിച്ചിരിക്കുന്നു, അതെന്നേക്കും കത്തിക്കൊണ്ടിരിക്കും. ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്ന മനുഷ്യനുണ്ടാകുവാൻ പോകുന്ന ഏറ്റവും അപകടകരമായ അവസ്ഥയെക്കുറിച്ചാണ് നാം ഇപ്പോൾ വായിച്ചത്. ഇനിയും അതിമനോഹരങ്ങളായ 1-2 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത് 5 മുതലുള്ള വാക്യങ്ങളാണ്. ഈ 17-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർ നിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നമുക്ക് ചില മനുഷ്യരിലോ ചില പാർട്ടികളിലോ ഒക്കെ ആശ്രയം വെക്കാമെന്നും നമ്മുടെ പ്രശ്നങ്ങൾക്ക് അപ്രകാരം പരിഹാരം കണ്ടെത്താമെന്നും ചിലപ്പോൾ ചിന്തിച്ചു എന്ന് വന്നേക്കാം. മനുഷ്യരിൽ നാം ആശ്രയം വെക്കുന്നുവെങ്കിൽ, മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളിൽ നാം ആശ്രയം വെക്കുകയാകുന്നുവെങ്കിൽ, ദൈവവചനം പറയുന്നത് നാം ഭാഗ്യവാന്മാരല്ല, ശപിക്കപ്പെട്ട അവസ്ഥയിലാകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നാം ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലേക്ക് നമ്മെ തന്നെ വലിച്ചിഴയ്ക്കുകയാകുന്നു ചെയ്യുന്നത്. നാം ദൈവത്തിലാണ് ആശ്രയം വെക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നാം അനുഗ്രഹീതരാകും. ദൈവത്തിൽ ആശ്രയം വെക്കുന്നുവെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. 8-ാം വാക്യത്തിൽ നാം അതാണ് വായിച്ചു കണ്ടത്. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതെ, അതിൻ്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും. ഇത് വായിച്ചിട്ട് നമുക്ക് സുപരിചിതമായൊരു സങ്കീർത്തനം പോലെ തോന്നുന്നില്ലേ? അതെ, 1-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് പോലെയുള്ള ചിന്തയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അതെ, യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി യഹോവയുടെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നതായ ഒരു വ്യക്തിയായിരിക്കും. അവൻ പച്ച പിടിച്ചിരിക്കും, ഫലമുള്ളവനായിരിക്കും. മറ്റുള്ളവർക്ക് അങ്ങനെയുള്ളവർ അനുഗ്രഹമായിരിക്കും. തനിക്ക് തന്നെ അങ്ങനെയുള്ളവർ ഒരു വലിയ അനുഗ്രഹമായിരിക്കും. 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് 17-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവനാർ. യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തൻ അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ സ്ഥിതി ഇതുതന്നെയാണ്. നമ്മുടെ എല്ലാം ഹൃദയത്തിനാണ് കുഴപ്പമുള്ളത്. ദൈവത്തിന് മാത്രമേ ഈ ഹൃദയം മാറ്റിവെക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഓർക്കണം. ഇന്നത്തെ കാലത്ത് ഹൃദയം മാറ്റിവെക്കുന്നതായ ശസ്ത്രക്രിയ വളരെ പ്രചാരത്തിൽ ഉണ്ടല്ലോ. ശാരീരികമായ രീതിയിൽ മനുഷ്യൻ ശസ്ത്രക്രിയ വഴി ഹൃദയം മാറ്റിവെക്കുന്നുണ്ട്. എന്നാൽ ആത്മീയമായ രീതിയിൽ വളരെ പണ്ട് മുതൽക്കേ ദൈവം അത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? നാം അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ നമുക്ക് പുതിയ ജീവൻ നൽകുന്നു. നാം വീണ്ടും ജനനം പ്രാപിക്കുകയും പുതിയ സ്വഭാവം നമുക്ക് ലഭിക്കുകയും ചെയ്യും. താങ്കളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുക എന്ന്
പലപ്പോഴും നാം പറയാറുള്ള കാര്യമാണ്. ദൈവത്തിന് എൻ്റെയും നിങ്ങളുടെയും ഈ പഴയ ദ്രവിച്ച ദുഷിച്ച ഹൃദയം കൊണ്ട് എന്താണ് ആവശ്യം? ദൈവത്തിന് ഇത് ആവശ്യമില്ല എന്ന് ഞാൻ പറയട്ടെ. ഹൃദയം കപടവും വഞ്ചനയും നിറഞ്ഞതാണ്. അവിടുന്ന് താങ്കൾക്കൊരു പുതിയ ഹൃദയം തരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഓർക്കണം. ദൈവം ഹൃദയ സംബന്ധമായ കാര്യത്തിൽ വളരെ നിപുണനാണ്. അവൻ വലിയ വൈദ്യനാണ്. ദൈവം നമ്മുടെ ഹൃദയത്തെ നല്ലവണ്ണം അറിയുന്ന ദൈവമാണ്. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെപ്പോലെയാകുന്നു. അവൻ്റെ മധ്യായുസിങ്കൽ അതവനെ വിട്ടുപോകും, ഒടുക്കം അവൻ ഭോഷനായിരിക്കും. ന്യായരഹിതമായി ധനം സമ്പാദിക്കുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരുടെ അവസ്ഥയാണ് ഈ വാക്യത്തിൽ നാം കണ്ടത്. അത് കൈക്കൂലി കൊടുത്തും കൈക്കൂലി വാങ്ങിച്ചും ഒക്കെ ന്യായമല്ലാതെ സമ്പാദിക്കുന്നവർ, നികുതി വെട്ടിച്ചുമൊക്കെ ന്യായമല്ലാതെ സമ്പാദിക്കുന്നവർ, ആ സമ്പാദ്യങ്ങളൊക്കെ നനച്ചിരിക്കാത്ത സമയത്ത് അവരെ വിട്ടുപോകുമെന്നത് എത്ര പരിതാപകരമാണല്ലേ. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കൺമുൻപിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണതല്ലേ. 12-ഉം 13-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആദി മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ, ഞങ്ങളുടെ വിശുദ്ധ മന്ദിരസ്ഥാനമേ, ഇസ്രായേലിൻ്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. അവർ ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ. ആദി മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ, ഇസ്രായേലിൻ്റെ പ്രത്യാശയായ യഹോവ. എത്ര മനോഹരമായിരിക്കുന്നു ഈ വിളിയല്ലേ. ഇതാണ് മനുഷ്യൻ്റെ പ്രത്യാശ. എല്ലാ മനുഷ്യർക്കും കപടവും ദുഷ്ടതയും വഞ്ചനയുമുള്ള ഹൃദയമാണുള്ളത്. എന്നാൽ ഒരു സിംഹാസനമുണ്ട്, ആദി മുതൽ ഉന്നതവും മഹത്വവുമായ സിംഹാസനം. അതാണ് നമ്മുടെ പ്രത്യാശ. അവിടെ നമുക്ക് സുരക്ഷിതത്വമുണ്ട്. സമാധാനം കണ്ടെത്തുവാൻ നമുക്കവിടെ കഴിയും. ദൈവം ഇസ്രായേൽ ജനത്തിന് സങ്കേത നഗരങ്ങൾ കൽപ്പിച്ചു കൊടുത്തിരുന്നത് യോശുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അവിടെ അവർക്ക് സംരക്ഷണം ലഭിച്ചിരുന്ന സ്ഥലമാണത്. അതെ, കരുണ ലഭിച്ചിരുന്ന സ്ഥലം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, നാം ജീവിക്കുന്ന ഈ കാലം വളരെ വൈഷമ്യം നിറഞ്ഞ കാലമാണ്. നമുക്കിന്ന് ഒരിടത്തും സുരക്ഷിതത്വം ഇല്ലാത്തതായ ഒരു സ്ഥിതിവിശേഷമാണ്. എവിടെ നമുക്ക് സുരക്ഷിതത്വം കണ്ടെത്താൻ കഴിയും? അതെ, ഒരു സിംഹാസനമുണ്ട്. അത് നമ്മുടെ ദൈവത്തിൻ്റെ ഉന്നതമായ സിംഹാസനം അത്രേ. അവിടേക്ക് എനിക്കും നിങ്ങൾക്കും കടന്നു ചെല്ലുവാൻ കഴിയുമെന്നത് എത്രയോ ആശ്വാസകരമാണ്. കടന്നു വരിക എന്ന് അവൻ പറയുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അതേ അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നാം കാണുന്നത്, ശബത്ത് നാളിനെ വിശുദ്ധീകരിക്കുന്നതിനും ദൈവം ശബത്ത് നാളിനെക്കുറിച്ച് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത നിയമം അനുസരിക്കുന്നതിനും അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചിരുന്നതിനെക്കുറിച്ചാണ്. എന്നാൽ അവർ അത് കേട്ടില്ല. അതെ, ചെവി ചായ്ച്ചതുമില്ല. കേട്ടനുസരിക്കുകയോ ബുദ്ധിയുപദേശം കൈക്കൊള്ളുകയോ ചെയ്യാതെ അവർ ശാഠ്യം കാണിച്ചു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഈ അധ്യായത്തിൽ ആദ്യോടന്തം നാം കണ്ടത് അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും വഴികളാണ്. തിരഞ്ഞെടുക്കുവാനുള്ള അവസരവും സ്വാതന്ത്ര്യവും ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു. ഒന്നുകിൽ അവന് ശാപത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാം, അതല്ല എങ്കിൽ അവന് അനുഗ്രഹത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാം. ഇന്ന് ഈ വഴികൾ നമുക്ക് മുൻപിലും വച്ചിരിക്കുന്നു. താങ്കൾ ഏത് തിരഞ്ഞെടുക്കും എന്ന ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത്. താങ്കളുടെ ജീവിതത്തിൽ ശരിയായ വഴി, ദൈവവഴികൾ, ദൈവവചനപ്രകാരം മുൻപോട്ട് പോകുവാനുള്ള തീരുമാനത്തോടുകൂടെ തിരഞ്ഞെടുക്കുമോ? അത് നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ അതിനായി ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്
ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാകുന്നു വെളിപ്പാട് പുസ്തകത്തിൽ ദൈവാത്മാവ് അരുളി ചെയ്യുന്നത്. ദൈവശബ്ദം സ്വീകരിക്കുവാനും തള്ളിക്കളയുവാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം ഇപ്പോൾ മനുഷ്യന് നൽകിയിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ നാളിൽ അവിടുന്ന് തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ച പോലെ വിശ്വസിച്ച എല്ലാവരിലും താനൊരു അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവിടുത്തെ വല്ലഭത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കുമെന്ന് തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു.